നമുക്കിന്ന് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന പഞ്ചാമൃതം ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര പഴം വേണമെങ്കിലും എടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം. മിക്സിയിൽ ഉടച്ചെടുത്താലും മതി. സാധാരണ കുറേ പഴം വീട്ടിലുള്ളപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ വിഷമിക്കാറാണ് പതിവ്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ നമുക്ക് ഒരു പിടി മുന്തിരിങ്ങ വറുത്തെടുക്കാം. ഇത് ശരിക്കും കറുത്ത മുന്തിരിങ്ങയാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മുന്തിരിങ്ങ എടുത്തത്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം അത് മാറ്റിവെച്ച് ബാക്കിയുള്ള പശുവിൻ നെയ്യിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തത് 10-25 പഴമാണ്. അതിന് 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 10-20 ഈത്തപ്പഴവും കുരു കളഞ്ഞ് മുറിച്ച് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഉടച്ചു വെച്ച പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി 10-15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടെ ഇതിൽ കുറച്ചായി പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കണം. അത് അടിയിൽ പിടിക്കുകയുമില്ല, ഇതിന് നല്ല സ്വാദുണ്ടാവുകയും ചെയ്യും. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ നമ്മുടെ പഴം നശിപ്പിക്കാതെ കുറേ കാലം ഉപയോഗിക്കാൻ കഴിയും. ഇതിങ്ങനെ ഉണ്ടാക്കി കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചാൽ ദിവസേന ഓരോ സ്പൂൺ എടുത്ത് കഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 10-15 ഏലക്കായ പൊടിച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വറുത്തു വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരിങ്ങ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ അതിന് കുരുവുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല. ഇത് നല്ലതുപോലെ കുറുകി വരുന്നതുവരെ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഇത് കേടാവാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ കഴിയൂ. നിങ്ങളുടെ വീട്ടിൽ പഴം കൂടുതലായി ഉള്ളപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് നോക്കൂ. വീട്ടിൽ വരുന്നവർക്കും കൊടുക്കാം. നിങ്ങൾക്ക് ദിവസേന കഴിക്കുകയും ചെയ്യാം. ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ശരിയായ പഞ്ചാമൃതം. ഇത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് മധുരം കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ ഇത് 1 സ്പൂൺ എടുത്ത് കഴിച്ചാലും സൂപ്പറാണ്. നല്ലതുപോലെ കുറുകി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും തണുത്ത ശേഷം മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ നല്ലതല്ല. കൽക്കണ്ടം അതിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. ഇനി ഇത് കുപ്പിയിൽ ആക്കി വയ്ക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ ഞാൻ 2 തരത്തിലുള്ള പഞ്ചാമൃതവും ഇടുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ടതാണ് ഇത്. ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല. ഇത് ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ കഴിച്ചു തീർക്കണം. ഇത് നമുക്ക് പായസത്തിന് പകരമായും ഉണ്ടാക്കി കഴിക്കാം. ഇത് വേവിക്കാത്തത് കൊണ്ടാണ് ഉടനെ കഴിച്ചു തീർക്കണം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഹെൽത്തി ആയത് തന്നെയാണ്. പശുവിൻ നെയ്യ് ഇടുന്നത് കൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ മറ്റേ പഞ്ചാമൃതം കുറച്ചായല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ. അത് കേടുവരാതെ ഇരിക്കുവാൻ കൂടി ആണ് അതിൽ കുറച്ച് കൂടുതലായി പശുവിൻ നെയ്യ് ഇടുന്നത്. ബാക്കിയെല്ലാം ഇതിൽ ഇട്ടത് തന്നെയാണ് അതിലുമുള്ളത്. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.